ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ 7th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 2 നിന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മളതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഏതാണെന്ന് വെച്ചാൽ ഇതാണ് വിവേചനത്തിനെതിരെ എന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ചരിത്രത്തിന്റെ ആധാരശിലകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിവേചനത്തിനെതിരെ എന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ പൊതുവെ നമ്മൾ സംസാരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ കുറിച്ചാണ്. മനുഷ്യവംശത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ വൻകരയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ദക്ഷിണാഫ്രിക്ക. ഇവിടെ ഈ ഒരു രാജ്യം, ഈ ഒരു ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ധാരാളം ഭാഷകളും മതങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. ഈ ദക്ഷിണാഫ്രിക്കയുടെ അടിസ്ഥാന വിവരങ്ങൾ, ദക്ഷിണാഫ്രിക്ക നേരിട്ട കോളനിവൽക്കരണം, ദക്ഷിണാഫ്രിക്കയുടെ അധികാരത്തിനു വേണ്ടി നടന്ന ബൂവർ യുദ്ധങ്ങൾ, ഇതൊക്കെ, അതുപോലെ കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ, വർണ്ണ വിവേചനം, ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര നായകനായിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന വർണ്ണ വിവേചനത്തിനെതിരെയുള്ള ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ തുടങ്ങിയ ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിന്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എന്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണ് ഞാൻ വോട്ടവകാശമില്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല, എന്നിട്ടും ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവ്വം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതിക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണ വിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാനായി കഴിയും? നെൽസൺ മണ്ടേലയുടെ പ്രിറ്റോറിയ വിചാരണയിൽ നിന്നുള്ള വാക്കുകളാണ്. 1962 1962 പ്രിറ്റോറിയയിൽ നടന്ന വിചാരണയിലാണ് അദ്ദേഹം വർണ്ണ വിവേചനത്തിനെതിരെ ഇത്തരത്തിൽ ശക്തമായി സംസാരിക്കുന്നത്. അങ്ങനെ വർണ്ണ വിവേചനത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായിട്ട് പോരാടിയ വ്യക്തിയാണ് ഇദ്ദേഹം. നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. വർണ്ണ വിവേചനത്തിന്റെ പേരിൽ അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം കാലം ജയിൽ വാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടിയിട്ടാണ് 3 ദശാബ്ദത്തോളം കാലം ജയിൽ വാസം അനുഭവിച്ചിട്ടുള്ളത്. ഇവിടെ ലോക ഭൂപടത്തിൽ എവിടെയാണ് ദക്ഷിണാഫ്രിക്ക വരുന്നത്? നോക്കിക്കേ, ഇവിടെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ആഫ്രിക്ക. ഇത് ലൊക്കേഷൻ പ്രകാരം, ഭൂമിശാസ്ത്ര സ്ഥാനം പ്രകാരം ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായിട്ടാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു പേര്, ദക്ഷിണം എന്ന് ചേർത്ത് ഈ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ അതിർത്തികളായിട്ട് എന്തൊക്കെയാ വരുന്നത്? ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമാണ് ദക്ഷിണാഫ്രിക്കയുടെ അതിർത്തിയായിട്ട് വരുന്നത്. അതിർത്തി പങ്കിടുന്നത് ഇവ രണ്ടുമാണ്. ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ഇത് വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും ഉയർന്ന പർവ്വത നിരകളും വൻ നദികളും വെള്ളച്ചാട്ടങ്ങളും അതുകൂടാതെ വരണ്ട മരുപ്രദേശങ്ങളും ഒക്കെ ഈ ഒരു പ്രദേശത്ത് കാണാനായി സാധിക്കും എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് ഇവിടെ ഉണ്ട്. ദക്ഷിണാഫ്രിക്ക സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഭൂപ്രകൃതി നോക്കാം. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ്? വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലം, പീഠഭൂമികൾ, ഉയർന്ന പർവ്വത നിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവയൊക്കെ ഈ രാജ്യത്തെ വ്യത്യസ്തമായി നിലനിർത്തുന്ന ഭൂസവിശേഷതകളാണ്.
ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? ഉൾനാടൻ കൃഷിഭൂമികളുണ്ട്, ഖനികളുണ്ട്, ഇവയിൽ നിന്നെല്ലാമുള്ള സമ്പത്തുണ്ട്, അതുപോലെ നല്ല കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത്, ഇവയെല്ലാം തന്നെ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലാക്കി ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? സ്വർണവജ്ര ഖനികളുണ്ട്, അതുപോലെ കൃഷിഭൂമികളും ഉണ്ട്. മാപ്പ് നിരീക്ഷിച്ചുകൊണ്ട് അക്ഷാംശ രേഖാംശ രേഖകൾ ഏതാണ്? ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഏതാണ്? അതുപോലെ അയൽ രാജ്യങ്ങൾ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അതിർത്തി പങ്കിടുന്ന സമുദ്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അക്ഷാംശ രേഖാംശ സ്ഥാനം ഭൂമിശാസ്ത്രമായ വിവരങ്ങൾ കൂടി കണ്ടെത്തുകയാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമല്ലോ. ആ രീതിയിലാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അക്ഷാംശ സ്ഥാനം നോക്കുകയാണെങ്കിൽ ദക്ഷിണ അക്ഷാംശം 22°7' 34°52' ഇടയിലാണ് ദക്ഷിണാഫ്രിക്ക ഉള്ളത്. എങ്ങനെയാ ഇവിടെ എഴുതാം കേട്ടോ. ദക്ഷിണ അക്ഷാംശം 22°7' 34°50' ഇടയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശം എന്ന് പറയുന്നത്. 22°7' 34°50' ഇടയ്ക്കാണ് ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശം വരുന്നത്. ഇനി രേഖാംശം നോക്കുമ്പോൾ രേഖാംശം വരുന്നത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് രേഖാംശം വരുന്നത് പൂർവ്വരേഖാംശമാണ്. പൂർവ്വരേഖാംശം 16°27' 32°52' ഇടയിലാണ്. 32°52' ഇടയിലാണ്. 16°27' 32°52' ഇടയിലാണ് പൂർവ്വരേഖാംശത്തിൽ ദക്ഷിണാഫ്രിക്ക ഉൾക്കൊള്ളുന്നത്. ഇതാണ് അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. തൊട്ടു മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങളടുത്ത് കമന്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു പേരൊക്കെ. വളരെ നല്ല കാര്യം കേട്ടോ, വെരി ഗുഡ്. കമന്റ് ചെയ്യാത്തവരിൽ മെജോറിറ്റി ആൾക്കാർക്കും ഉത്തരം അറിയാഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കമന്റ് ചെയ്യാനുള്ള മടിയാണ്. അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. കമന്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പിന്നെയും ആ ഉത്തരങ്ങൾ ഒന്നും കൂടെ ഉറച്ച് പഠിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി. ഒരു മടിയും കൂടാതെ തന്നെ നിങ്ങൾ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു പ്രൗഡായിട്ട് തോന്നില്ല. ശരിയായിട്ടുള്ള ഉത്തരം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമന്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ കമന്റ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി. ഇനി ഇവയുടെ അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ദക്ഷിണാഫ്രിക്കയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് വരുന്നത് നമീബിയയാണ് കേട്ടോ. നമീബിയയാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് നമീബിയ വരുന്നു. അതുപോലെ വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് വരുന്നത് ഏതാന്ന് വെച്ചാൽ ബോട്സ്വാനയും സിംബാബ്വേയുമാണ്. ഇനി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോഴേക്കും മൊസാംബിക്കാണ് അതിർത്തിയായിട്ട് വരുന്നത്. മൊസാംബിക്ക്. കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ്? ഇറ്റ്സ്വാറ്റിനിയാണ് വരുന്നത് കിഴക്ക് ഭാഗത്ത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമീബിയ, വടക്ക് ഭാഗത്ത് ബോട്സ്വാന സിംബാബ്വെ, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മൊസാംബിക്, കിഴക്ക് ഭാഗത്തായിട്ട് ഇറ്റ്സ്വാറ്റിനി. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മാപ്പ് ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പേരുകൾ പറഞ്ഞു. നമ്മൾ NUSERTയുടെ ക്ലാസ്സിൽ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവയൊക്കെ തന്നെ കൃത്യമായ നോട്ടുകളായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അതിർത്തി കണ്ടു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമുദ്രങ്ങൾ ഏതായിരുന്നു? തെക്ക് കിഴക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവുമാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ അതാണല്ലോ കണ്ടത്. അത് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ശുഭപ്രതീക്ഷ മുനമ്പാണ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നത്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഇതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇത് യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ
ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിയാലേ ഏഷ്യൻ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ യൂറോപ്യന്മാർക്ക് ഇത്തരത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ വന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഏഷ്യയിലെ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിലേക്ക് എത്താൻ കഴിയുന്നു അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് എത്താൻ കഴിയുന്നു എന്ന അർത്ഥത്തിലാണ് ശുഭപ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷ നൽകുന്നു എന്ന അർത്ഥത്തിലാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്നൊരു പേര് ഇതിന് നൽകുന്നത്. ഇതെവിടെയാണ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്താണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ് ശുഭപ്രതീക്ഷ മുനമ്പ്. ഈ ഒരു ശുഭപ്രതീക്ഷ മുനമ്പിൽ ആദ്യം എത്തിയത്, നമ്മൾ വാസ്കോഡഗാമയുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്. ശുഭപ്രതീക്ഷ മുനമ്പിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് നെതർലൻഡ്സ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഈ ആഫ്രിക്കൻ വൻകരയിൽ എത്തി തുടങ്ങി. ആഫ്രിക്കയിലെ സ്വർണ വജ്രഖനികൾ യൂറോപ്യന്മാരെ ആകർഷിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്വർണ വജ്രഖനികളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇവിടെയാണ് പറഞ്ഞത് സ്വർണ വജ്രഖനികളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ സ്വർണ വജ്രഖനികളൊക്കെ യൂറോപ്യന്മാരെ ആകർഷിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനികളാക്കുന്നതിന് വേണ്ടി ആഫ്രിക്കയ്ക്ക് വേണ്ടി ഒരു പോരാട്ടം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനികളാക്കുന്നതിന് വേണ്ടിയുള്ള മത്സരം ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പോരാട്ടത്തിന് ശേഷം ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് കോളനിവൽക്കരണം? ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിക്കുകയും എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതിനെ കോളനിവൽക്കരണം എന്ന് പറയുന്നു. ഇനി ദക്ഷിണാഫ്രിക്കയിലെ കോളനിവൽക്കരണത്തിലേക്ക് വരുമ്പോൾ സാൻ ഖോസോ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികളാണ് സാൻ ഖോസോ എന്നീ ജനവിഭാഗങ്ങൾ. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തുന്നത്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിത്തുടങ്ങി. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിത്തുടങ്ങുന്നത്. ആദ്യം ഇവിടെ കുടിയേറ്റം നടത്തിയത് ആഫ്രിക്കയുടെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു. അവിടുത്തെ ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ എന്ന് പറയുന്നത് സാൻ ഖോസോ തുടങ്ങിയ ജനവിഭാഗങ്ങളാണ്. ഓക്കെ. പിന്നീട് 17-ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ചിന്റെ സ്വാധീനം ശക്തമാവുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയുമാണ് ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തി. 17-ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമാക്കി കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പൊ കോളനി എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. ഇവിടെ കോളനിവൽക്കരണത്തിന്റെ ഒരു ആരംഭവും കണ്ടു. അതിനുശേഷം 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തി. ഇപ്പം ആദ്യം ഡച്ചുകാരാണ് സ്വാധീനം ചെലുത്തുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ എത്തുന്നുണ്ട് 17-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിച്ചേർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ വജ്ര ഖനികളും അവിടെ സമ്പത്തും കാലാവസ്ഥയും മനുഷ്യ സമ്പത്തും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യൻ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാവുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞതൊന്നുകൂടെ ക്രോഡീകരിക്കുകയാണെങ്കിൽ സാൻ ഖോസോ എന്നിവരാണ് ആദിമ നിവാസികൾ.
ആദ്യം എത്തിയ യൂറോപ്യർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് ആദ്യം എത്തുന്നത്. പിന്നീട് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്യർ എത്തി തുടങ്ങി. 17-ാം നൂറ്റാണ്ടോടുകൂടി ഡച്ച് സ്വാധീനം ശക്തമാവുകയും അവർ കേപ്പ് ടൗൺ പിടിച്ചെടുക്കുക, അവരുടെ പ്രധാന കോളനിയായിട്ട് കേപ്പ് ടൗണിനെ മാറ്റുകയും ചെയ്തു. പിന്നീട് വരുന്നത് ബ്രിട്ടീഷുകാരാണ്. 18-ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാരെത്തി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടൻ ശുഭപ്രതീക്ഷ മുനമ്പ് കീഴടക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, അതുപോലെ ആഫ്രിക്കയുടെ സമ്പത്ത്, സ്വർണം വജ്രം പോലുള്ള സമ്പത്ത് കൈക്കലാക്കുക, ഏഷ്യയിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഒരു ഇടത്താവളമായിട്ട് ആഫ്രിക്കയെ കാണുക എന്നതൊക്കെയായിരുന്നു ബ്രിട്ടന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പൊതുവെ നടക്കുന്നത്? ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനികളാക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള നെതർലാൻഡ്സ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയവയൊക്കെ തമ്മിൽ നടത്തിയ പോരാട്ടങ്ങളെയാണ് നമ്മൾ പൊതുവെ എന്ത് പേരിൽ വിളിച്ചത്? നമ്മൾ ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന പേരിൽ നേരത്തെ പറഞ്ഞത്. അടുത്തത് ഗ്രേറ്റ് ട്രക്ക്. എന്താണ് ഗ്രേറ്റ് ട്രക്ക്? ഇതിവിടെ പിക്ചറിൽ കണ്ടോ? ഇതാണ് ഗ്രേറ്റ് ട്രക്ക്. കൂട്ടത്തോടെയുള്ള പലായനമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞുതരാം. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് പിന്നീട് ചില നയങ്ങളൊക്കെ ഉണ്ടാക്കി. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് ബ്രിട്ടൻ പിടിച്ചെടുത്തു, നമ്മളിത് ഇവിടെ കണ്ടു. അതിനുശേഷം പിടിച്ചടക്കിയ ഒരു ബ്രിട്ടൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ പുതിയ നയങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇംഗ്ലീഷ് കേപ്പ് കോളനികളിലെ ഏക ഭാഷയാക്കി മാറ്റി. കേപ്പ് കോളനികളിൽ ഇംഗ്ലീഷ് മാത്രമാക്കി മാറ്റുകയും ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ എന്താണ്? അവിടെ പൂർണ്ണമായത് തടയപ്പെടുകയാണ് ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമത്തം കണ്ടോ? അടിമത്വം അല്ല, അടിമത്തം ആണ് കേട്ടോ. അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ ആരാണ് ബൂവറുകൾ? അത് നമുക്കിതാ ഇവിടെ നോക്കാം. ബൂവർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൃഷിക്കാരൻ എന്നാണ് കേട്ടോ. കൃഷിക്കാരൻ എന്ന ഡച്ച് പദത്തിൽ നിന്നാണ് ബൂവർ എന്നൊരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരാണ് ബൂവർ എന്ന് വെച്ചാൽ, യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയ നെതർലൻഡ്, അതായത് ഡച്ചുകാർ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരെയാണ് ബൂവറുകൾ എന്ന് പറയുന്നത്. ബൂവറുകൾ യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയ നെതർലൻഡ്സ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരെയാണ് ബൂവറുകൾ എന്ന് വിളിക്കുന്നത്. കൃഷിക്കാരൻ എന്ന അർത്ഥം വരുന്ന ബൂവർ എന്ന ഡച്ച് പദത്തിൽ നിന്നാണ് ഈ ഒരു വാക്കിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ഒക്കെ ആഫ്രിക്കാൻസ് എന്നുമാണ് അറിയപ്പെട്ടത്. ഈ ബൂവറുകളുടെ ഭാഷ എന്ന് പറയുന്നത്, ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും ഈ ഒരു ജനവിഭാഗം ആഫ്രിക്കാനർ എന്ന പേരിലുമാണ് അറിയപ്പെട്ടത്. അപ്പൊ ഇവരാണ് ബൂവറുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടൻ തങ്ങളുടെ നയം നടപ്പിലാക്കുമ്പോൾ തങ്ങളുടെ അടിമത്തം നിരോധിച്ച് അടിമകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷി നടത്തുമ്പോൾ എന്ത് സംഭവിച്ചു? അത് ബൂവറുകളെ, കൃഷിക്കാരൻ എന്ന അർത്ഥം വരുന്നു നമ്മൾ പറഞ്ഞു, ബൂവറുകളെ അത് പ്രതികൂലമായി ബാധിക്കുമല്ലോ, ബാധിച്ചു. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പലായനത്തെയാണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. ബ്രിട്ടൻ നടത്തിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക്. ഈ ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് ബൂവറുകൾ സ്ഥാപിച്ച റിപ്പബ്ലിക്കുകളാണ് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ബ്രിട്ടന്റെ നയം കാരണം കേപ്പ് കോളനിയിൽ നിന്ന് ബൂവറുകൾക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ബൂവറുകൾ അവർ ബ്രിട്ടനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ബൂവർ യുദ്ധങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം.
19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ, ഇവിടെ കാലം മാറി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. 19-ാം നൂറ്റാണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ, ബൂവർ റിപ്പബ്ലിക് നമ്മളിവിടെ പറഞ്ഞു 3 സ്ഥലങ്ങൾ ബൂവർ റിപ്പബ്ലിക്കുകളായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ. ഇത്തരത്തിലുള്ള ബൂവർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. സ്വർണം, വജ്രം, അത്തരത്തിലുള്ള ധാതു സമ്പത്ത് അനേകമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ പ്രത്യേകിച്ചും ബൂവറിന്റെ റിപ്പബ്ലിക് ഏരിയയിൽ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ കണ്ടുപിടിച്ചു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ വജ്ര ഉൽപാദകരായിട്ട് ദക്ഷിണാഫ്രിക്ക മാറുകയാണ് ചെയ്യുന്നത്. അത്രയും സമ്പത്തുള്ള സ്വർണ വജ്ര ഖനികൾ കണ്ടെത്തുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ എന്ത് ചെയ്യും? ആ പ്രദേശങ്ങളെയും ഇവരോടൊപ്പം ചേർക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നത്. ബൂവർ റിപ്പബ്ലിക്കുകളെ, നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് ബ്രിട്ടൻ ശ്രമിച്ചു. അതോടെയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. അവരുടെ റിപ്പബ്ലിക്കുകളെ അവർ കൈയടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കോ? ഇല്ല, സ്വാഭാവികമായിട്ടും യുദ്ധങ്ങൾക്ക് ആരംഭം കുറിക്കും. അപ്പോ 1-ാം ബൂവർ യുദ്ധം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ആദ്യം ഏതാണ് പിടിച്ചെടുക്കുന്നത്? ട്രാൻസ്വാൾ ആണ് പിടിച്ചെടുക്കുന്നത്. ബ്രിട്ടൻ ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ഈ ഒരു യുദ്ധത്തിൽ പക്ഷെ ജയിക്കുന്നത് ബൂവറുകളാണ് കേട്ടോ. ഇതോടെ 1-ാം ബൂവർ യുദ്ധം ആരംഭിക്കുകയും ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ വിജയം ബൂവറുകൾക്കാണ്. കൂടുതൽ പ്രദേശം, ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ കണ്ടെത്തുന്നത് എവിടെയാണ്? ബൂവർ പ്രദേശങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ അത് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. അതേ തുടർന്ന് തന്നെ യുദ്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ 1-ാം ബൂവർ യുദ്ധം വരുമ്പോൾ ബ്രിട്ടൻ ട്രാൻസ്വാൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതേ തുടർന്ന് ബൂവറുകൾ യുദ്ധത്തിൽ വിജയിക്കുകയും ഈ ട്രാൻസ്വാളും അതിന്റെ സമീപ പ്രദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി 2-ാം ബൂവർ യുദ്ധത്തിലേക്ക് വരുമ്പോൾ അത് ഏത് വർഷമാണ് വരുന്നത്? 1899, 1902 കാലഘട്ടത്തിലാണ്. 1-ാം ബൂവർ യുദ്ധം 1880, 1881. ഓക്കെ, അപ്പൊ 2-ാം ബൂവർ യുദ്ധം സ്വർണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് 2-ാം ബൂവർ യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. സ്വർണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയും അത് 2-ാം ബൂവർ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ബൂവർ ഭരണാധികാരികൾ ഇവരുടെ ഭാഗമാണല്ലോ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കായി രൂപീകരിക്കുന്നത്. അപ്പൊ ബൂവർ ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു? ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തുന്നുണ്ട്. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമാണ് 2-ാം ബൂവർ യുദ്ധം. ഏറ്റവും വിനാശകരമായിരുന്നു ഇത്. സായുധ പ്രകാരമുള്ള അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പോരാട്ടമായിരുന്നു 2-ാം ബൂവർ യുദ്ധം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കാരണങ്ങൾ പറഞ്ഞത്? ഒന്നാമത് സ്വർണ്ണ ഖനികളിലെ സമ്പത്തും നിയന്ത്രണവും സംബന്ധിച്ചിട്ടുള്ള തർക്കം ഉണ്ടാകുന്നുണ്ട്. ബൂവർ ഭരണാധികാരികൾ ഖനികളിൽ നികുതി ഏർപ്പെടുത്തുന്നുണ്ട്. ഖനികളിലെ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് വോട്ടവകാശം ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ അത് നിരസിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാമാണ് ഇത്തരത്തിലൊരു 2-ാം ബൂവർ യുദ്ധം എന്ന തരത്തിൽ യുദ്ധം ആരംഭിക്കുന്നത് 1899, 1902 കാലഘട്ടത്തിൽ. ഈ യുദ്ധത്തിൽ പക്ഷേ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. 1-ാം ബൂവർ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും 2-ാം ബൂവർ യുദ്ധത്തിൽ ബൂവറുകൾ പരാജയപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ബ്രിട്ടീഷ് സൈന്യമാണ് വിജയിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി.
അതേ തുടർന്നുണ്ടായ സന്ധിയാണ് വെരിനിഗിങ് സന്ധി എന്നത്. വെരിനിഗിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു. വെരിനിഗിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിക്കുകയും ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയ്ക്ക് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിക്കുകയും ചെയ്തു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനന്മാർക്കും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ബൂവറുകളാണ് പിന്നീട് ആഫ്രിക്കാനർ എന്നറിയപ്പെട്ടതെന്ന്, ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പക്ഷേ നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. കറുത്ത വർഗക്കാരുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഏത് സന്ധി പ്രകാരം? വെരിനിഗിങ് സന്ധി പ്രകാരം ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിക്കേണ്ടി വന്നു. കാരണം എന്താണ്? ഇവിടെ പരാജയമാണ് സംഭവിച്ചത്. അതേ തുടർന്ന് എന്ത് സംഭവിച്ചു? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ സൗത്ത് ആഫ്രിക്കയുടെ നടപ്പിലായിട്ടുള്ള ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു എങ്കിൽ കൂടി കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടാം ബൂവർ യുദ്ധത്തിൽ നിന്നുള്ള ഒരു പിക്ചറാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്നത്. ഇതിനെക്കുറിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ, നിങ്ങൾ മുൻപിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം. പക്ഷെ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിന്റെ മുന്നിലെ കമ്പാർട്ട്മെന്റിൽ പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു. ഡർബാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എന്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്ത് ഉണ്ടായിരുന്നു. ഡർബാനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി. MK ഗാന്ധി, ആത്മകഥ അഥവാ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഇപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥയിലൂടെ നമ്മളിപ്പോ വായിച്ചത്. മഹാത്മാഗാന്ധി 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. 1893 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. സേട്ട് അബ്ദുള്ളയുടെ കേസ് വാദിക്കുന്നതിനായിട്ടാണ് 1893 ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം എത്തുന്നത്. അപ്രഖ്യാപിത വർണ്ണ വിവേചനത്തിന്റെ കാലമായിരുന്നു അത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ഈ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു എന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ആരുടേതാണ്? മഹാത്മാഗാന്ധി. അപ്പോൾ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഈ പത്രത്തിലാണ് ഇപ്രകാരം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെ പറ്റി, കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ടാം ബൂവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. രണ്ടാം ബൂവർ യുദ്ധം അത്രയധികം വിനാശകരമായിരുന്ന ഒരു പോരാട്ടമായിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ധാരാളം പേർ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരും. ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങി സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ഇവിടെയായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെട്ടിരുന്നത്. ഗാന്ധിജി ആദ്യമായി അദ്ദേഹത്തിൻ്റെതായ സമര രീതികൾ പരീക്ഷിച്ചത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന ഈ ഒരു
പത്രമാണ് ഗാന്ധിജിയുടെ. 1904 ഗാന്ധിജി ഈ ഒരു പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, തമിഴ് ഭാഷകളിലാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചിട്ടുള്ളത്. ഇനി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ബ്രിട്ടീഷ് നിയന്ത്രണത്തിന് കീഴിൽ വെള്ളക്കാരുടെ, നമ്മളിവിടെ പറഞ്ഞതുപോലെ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വിവേചനം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പാർപ്പിടം, വ്യവസായം, ഭരണം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമാവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അവർ തമ്മിലുള്ള ഒരു വേർതിരിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കറുത്തവരും വെളുത്തവരും എന്ന തരത്തിൽ വംശീയമായ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിക്കുന്നുണ്ട്. കൂടുതൽ വിവേചനം പിന്നീട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ നയങ്ങളിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിന്നീട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ രൂപീകരിച്ച സംഘടനയാണ് സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് കോൺഗ്രസ്, സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ്. ഇത് പിന്നീട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലായിട്ട് അറിയപ്പെടുകയാണ് ചെയ്തത്. ഇതിലെ നേതാക്കൾ വിവേചനരഹിതമായ ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുന്നതിനായിട്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കൾ പലതരത്തിലുള്ള സമര മാർഗങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെന്റുകൾ അവർ നടപ്പിലാക്കിയ നിയമങ്ങൾ, അടിച്ചമർത്തൽ നിയമങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ നിയമങ്ങളും അതിന്റെ ഫലങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഖനിത്തൊഴിൽ നിയമം ആദ്യം അവർ നടപ്പിലാക്കി, മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട്. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗക്കാർക്ക് മാത്രമായിട്ട് അവർ സംവരണം ചെയ്തു. അവിടെ വിവേചനം ആരംഭിക്കുകയാണ്. രണ്ടാമത് വരുന്നത് പ്രാദേശിക ഭൂനിയമമാണ്, നേറ്റീവ് ലാൻഡ് ആക്ട്. നേറ്റീവ് ലാൻഡ് ആക്ട് പ്രകാരം കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റൊരിടത്തു നിന്നും ഭൂമി വാങ്ങാനായിട്ട് അവകാശമില്ലാതെയായി. പിന്നീട് പ്രാദേശിക നഗര പ്രദേശ നിയമമാണ്, നേറ്റീവ് അർബൺ ഏരിയാസ് ആക്ട്. ഇവിടെ വരുമ്പോൾ ഈ ഒരു നിയമപ്രകാരം കറുത്ത വർഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് അവർ കൊണ്ടുവരുന്നത്. കറുത്ത വർഗക്കാർക്ക് പ്രാദേശിക ഭൂനിയമ പ്രകാരം പ്രത്യേക റിസർവുകൾ നീക്കിവെച്ച പ്രദേശങ്ങളല്ലാതെ മറ്റൊരിടത്തും ഭൂമി വാങ്ങാൻ സാധിക്കുകയില്ല. പിന്നീട് വന്ന നഗരപ്രദേശ നിയമപ്രകാരം അവർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം, സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട് പ്രകാരം കറുത്ത വർഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തൽ നിയമങ്ങൾ കൊണ്ടുവന്ന് അവയുടെ ഫലമായി വലിയ തരത്തിലുള്ള വിവേചനങ്ങളാണ് ഈ ഒരു ഗവൺമെന്റ് പ്രകാരം ആ ഒരു നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനിയാണ് നെൽസൺ മണ്ടേലയുടെ ഉദയവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും വരുന്നത്. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിക്കുന്നത്. 1818 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണിത് രോലിഹ്ലാഹ്ല. രോലിഹ്ലാഹ്ല എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പിതാവ് മാഡിബ വംശത്തിന്റെ തലവനായിരുന്ന ഗാഡ്ല ഹെൻറി മണ്ടേലയും മാതാവ് നോസ്കെനി ഫാനിയുമാണ്. നോസ്കെനി ഫാനി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയുമാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഗോത്ര പാരമ്പര്യം, ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. പിന്നീടാണ് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്യുന്നത്.
അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത്. 1994 ഇത് രചിക്കപ്പെടുന്നത്. അതിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്, നമുക്ക് വായിക്കാം. എന്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എന്റെ ടീച്ചർ മിസ് എംഡിൻഖേൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എംഡിൻഖേൻ എന്നോട് പറഞ്ഞു, നിന്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പേര് എന്ന് എനിക്കറിയില്ല, ഈ ഒരു പ്രത്യേക പേര് എന്ന് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രോലിഹ്ലാല എന്നായിരുന്നു. ഇദ്ദേഹത്തിന് പിന്നീട് സ്കൂളിൽ ചേർത്ത ശേഷമാണ് നെൽസൺ എന്ന ഇംഗ്ലീഷ് പേര് അദ്ദേഹത്തിന്റെ ടീച്ചർ അദ്ദേഹത്തിന് നൽകുന്നത്. അദ്ദേഹം ഇത് ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. അടുത്തത്, ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരന്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ആഫ്രിക്കന്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവന്റെ വളർച്ചയെ തളർത്തുകയും അവന്റെ കഴിവുകളെ കെടുത്തുകയും അവന്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവന്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലുള്ള വാക്കുകളാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിത അവസ്ഥകളെ കുറിച്ചുള്ള പരാമർശമാണ് നമ്മളിപ്പോ വായിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പേര് മാറ്റത്തിന് കാരണം പോലും ഇവിടെ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പേര് പോലും മാറ്റി നൽകേണ്ടി വന്നത് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുകയും ഇത്തരത്തിൽ ബോധ്യം വന്ന നെൽസൺ മണ്ടേല തന്റെ നാടിന്റെയും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. നെൽസൺ മണ്ടേലയുടെ അക്ഷീണ പ്രയത്നത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിർത്തുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, നമ്മൾ നേരത്തെ പറഞ്ഞു സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് പിന്നീട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നായി മാറി എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിക്കുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വിവേചനം നേരിടുന്നവർ വിവിധ തരത്തിലുള്ള സമരമാർഗങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനായി അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന ഒരു യുവജന സംഘടന രൂപീകരിക്കുന്നുണ്ട്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹം അംഗത്വം എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവിടെ തന്നിട്ടുള്ളത്. വാൾട്ടർ സിസ്ലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു എന്നിവർ. വാൾട്ടർ സിസ്ലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു തുടങ്ങിയവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റ് പ്രധാന നേതാക്കൾ. ഇനി വർണ്ണവിവേചനം. കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിന്റെ സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം എന്ന് അറിയപ്പെടുന്നത്. കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിന്റെ സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കുകയാണ് ചെയ്യുന്നത്. 1948 ഒരു പാർട്ടി, നാഷണൽ പാർട്ടി അധികാരത്തിൽ വരികയും വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കുകയാണ് ചെയ്തത്. വർണ്ണവിവേചനം അവർ നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് പാസ് നിയമം, നേറ്റീവ് പാസ് ലോ ആക്ട് എന്നത്. കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് സഞ്ചരിക്കാൻ
പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. പാസസ്, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ യാത്ര ചെയ്യുമ്പോൾ പാസ് ഹാജരാക്കാൻ, അത് പാസസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പാസ് ആവശ്യമായി വന്നു. അനുമതി പത്രങ്ങൾ കറുത്ത വർഗക്കാർക്ക് അവരുടെ സ്ഥലത്ത് നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനായിട്ട് പാസ് ആവശ്യമായി വന്നു. രണ്ടാമത്തേത് ഗ്രൂപ്പ് ഏരിയ നിയമമാണ്. ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട്. വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി. വംശത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ സെപ്പറേറ്റ് ആക്കി. ഈ വ്യവസ്ഥയെയാണ് മഹാവർണ്ണ വിവേചനം എന്ന് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നറിയപ്പെടുന്നത് ഇതാണ്. വംശത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആളുകളെ വേർതിരിച്ച് പ്രത്യേകം പ്രദേശങ്ങളിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായിരുന്നു. ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമപ്രകാരം 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും തന്നെ അവരുടെ വംശം ഏതാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ പാസും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനായിട്ട് അവർക്ക് അനുമതി പത്രങ്ങൾ വേണമായിരുന്നു. ഒരു രാജ്യത്തിനകത്ത് തന്നെയുള്ള ഒരു പാസ്പോർട്ട് പോലെയായിരുന്നു അത്. ഈ ഒരു കാർഡ് കയ്യിലില്ലെങ്കിൽ, ഈ ഒരു പാസ് കയ്യിലില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനായിട്ട് ഇവർക്ക് കഴിയുമായിരുന്നു. അടുത്തത് ബൻഡു അധികാര നിയമമാണ്. കറുത്ത വർഗക്കാർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയുമാണ് ചെയ്തത്. അതാണ് ബൻഡു ആക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ റിസർവുകളില്ലേ, അത്തരത്തിൽ പ്രത്യേകം കറുത്ത വർഗക്കാർക്ക് പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങൾ, റിസർവുകൾ മാത്രമാണ്. അവിടെ മാത്രമാണ് ഇവർക്ക് പൗരരായി മാറുന്നത്. അതല്ലാത്ത പൗരത്വം ഇവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കൻ പൗരത്വം കറുത്ത വർഗക്കാർക്ക് നഷ്ടപ്പെടുന്നു. പ്രത്യേക സൗകര്യ സംവരണ നിയമം. മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത്? ഇത്തരത്തിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിക്കുമ്പോൾ സൗകര്യങ്ങൾ വേർതിരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. മികച്ച സൗകര്യങ്ങൾ വെള്ളക്കാർക്കായിട്ട് സംവരണം ചെയ്യപ്പെടുകയും കറുത്ത വർഗക്കാരെ വേർതിരിച്ച് മാറ്റി നിർത്തപ്പെടുകയുമാണ് ഇത്തരത്തിലുള്ള സൂചനാ ഫലകങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ബൻഡു വിദ്യാഭ്യാസ നിയമം. കറുത്ത വർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി. കറുത്ത വർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി. ആഫ്രിക്കക്കാർ യൂറോപ്യന്മാരെക്കാൾ താഴേക്കിടയിലുള്ളവരാണെന്ന് പഠിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു ഉദ്ദേശത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞതും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുമായിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങൾ അവരുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് എന്ത് സംഭവിച്ചു? സ്വന്തം നാട്ടില് കറുത്ത വർഗക്കാർക്ക് വോട്ടവകാശവും സഞ്ചാര സ്വാതന്ത്ര്യം, അത്തരത്തിലുള്ള പൊതു ഇടങ്ങളിൽ പോലുമുള്ള വിവേചനങ്ങൾ വലിയ രീതിയിൽ തന്നെ ബാധിക്കപ്പെടുകയും അത്തരത്തിൽ വോട്ടവകാശവും സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നിഷേധിക്കപ്പെട്ടവർ പൊതുസ്ഥലങ്ങളിൽ വെളുത്ത വർഗക്കാർക്ക് മാത്രം പ്രവേശനം തുടങ്ങിയ മുന്നറിയിപ്പ് ബോർഡും ഒക്കെ സ്ഥാപിച്ച് കാണപ്പെടുന്നു. ഇവിടെ കണ്ടോ, വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം, യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം, വെളുത്ത വർഗക്കാർക്ക് മാത്രം പ്രവേശനം, വൈറ്റ്സ് ഓൺലി. ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഫോർ യൂസ് ബൈ വൈറ്റ് പേഴ്സൺസ്. മുന്നറിയിപ്പ്, തദ്ദേശീയരെ സൂക്ഷിക്കുക, കോഷൻ ബിവെയർ ഓഫ് നേറ്റീവ്സ്. ഇത്തരത്തിലുള്ള ബോർഡൊക്കെ എത്ര അരോചകമാണ് അല്ലെ. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽ തീരം വെളുത്ത വർഗക്കാർ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്ന് നൽകിയിട്ടുള്ള ഒരു ബോർഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്തരത്തിലാണ് വിവേചനം അവിടെ പ്രകടമായി നിലനിന്നിട്ടുണ്ടായിരുന്നത്. കറുത്ത വർഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രതയാണ് ഈ മുന്നറിയിപ്പ് ബോർഡുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? എന്തുമാത്രം ദാരുണമായിട്ടൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശം ഇല്ലാത്തവരും ഭരണാവകാശം, വിദ്യാഭ്യാസ അവകാശം ഒക്കെ
നിഷേധിക്കപ്പെട്ടവരായി തീരുകയാണ് ചെയ്യുന്നത്. ഇത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ, അതായത് ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ, അവിടുത്തെ തന്നെ വോട്ടവകാശമില്ലാത്തവരും ഭരണത്തിന് അവകാശമില്ലാത്തവരും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമൊക്കെ നിഷേധിക്കപ്പെട്ടവരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, സ്വാഭാവികമായിട്ടും അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്ന രീതിയിലുള്ള തിരിച്ചറിവുകൾ വരികയും നെൽസൺ മണ്ടേലയുടെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ANC നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തു. ഇത്തരത്തിലുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുടെ ഫലമായി 1991 വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ടു. അതേ തുടർന്ന് 1994 നടന്ന ജനാധിപത്യ തിരഞ്ഞെടുപ്പിൽ നെൽസൺ മണ്ടേല പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കാം. കോളനി വൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. നമ്മളിപ്പോ കണ്ടു, അത്തരത്തിലാണ് അവിടെ വർണ്ണവിവേചനവും അതുപോലെ ദുഷ്കരമായിരുന്നു അവിടുത്തെ ജനജീവിതവും ഉണ്ടായിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിടുന്നത് നമ്മൾ കണ്ടതാണ്. ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ സമരങ്ങളാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ANC കറുത്ത വർഗക്കാരുടെ മോചനത്തിനായിട്ട് രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളാണ് ആരംഭിക്കുന്നത്. ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരവും നിയമലംഘന സമരങ്ങളുമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട വിധത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വി വാണ്ട് ബെറ്റർ ഹൗസസ്, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. എന്തുമാത്രം ദുഷ്കരമായിരുന്നു ആ ഒരു ജനജീവിതം. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഹ്വാനം അനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ ഒത്തുചേർന്നു. ഇവരെല്ലാവരും കൂട്ടത്തോടെ ചേർന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഹ്വാനത്തോടെ അവർ ഒത്തുചേർന്നുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരുവിധപ്പെട്ട ജനങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന് സമരങ്ങളിൽ പങ്കാളികളായി. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ എന്തു ചെയ്തു? പോലീസുകാർ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയാണ് ചെയ്തത്. അവരുടെ നിയമങ്ങൾക്കെതിരെ ചോദ്യം ഉയർത്തിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ അറിയാവുന്നതല്ലേ. നമുക്കറിയാം, അവരെ അറസ്റ്റ് ചെയ്ത് സ്വാഭാവികമായിട്ടും ജയിലിൽ അടയ്ക്കും. 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തുന്നത്. 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവരുടെ നിയമത്തിനെതിരെ, ഇത്തരത്തിലുള്ള വിവേചനപരമായിട്ടുള്ള നിയമത്തിനെതിരെ പോരാടുന്നവരെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂട്ടക്കൊല, ഷാർപ്പ് വീൽ കൂട്ടക്കൊല, 1960 ഒരു കൂട്ടക്കൊലയാണ്. പാസ് നിയമങ്ങൾക്കെതിരെ നടന്ന സമരത്തിന് നേരെ പോലീസ് വെടിവെപ്പ് നടത്തുകയും ഇതിനെ തുടർന്ന് സായുധ കലാപം ആരംഭിക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു കൂട്ടക്കൊല, ഷാർപ്പ് വീൽ കൂട്ടക്കൊല 1960 നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആഫ്രിക്കൻ വർഷം 1960 ആഫ്രിക്കൻ വർഷം. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ് 1960. എന്താന്ന് വെച്ചാൽ 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണ് 1960. ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മളിപ്പോ പറഞ്ഞതാണ്, പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ് വീൽ എന്ന സ്ഥലത്ത് വെച്ച് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത്. കൂട്ടക്കൊല ചെയ്തു
ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിക്കുകയും ചെയ്തത് 1960-ലാണ്. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിൽ കൂടിയും പാസ് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഷാർപ്പ്വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാർക്കെതിരെ പോലീസ് വെടിവെപ്പ് നടക്കുകയും ഇതിനെ തുടർന്ന് സായുധ കലാപം ആരംഭിക്കുകയും ചെയ്തു. ആ ഒരു കൂട്ടക്കൊല നടന്ന വർഷമാണ് 1960. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിനുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. റോബൻ ദ്വീപ്, ഇവിടെ അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാട് കടത്തുന്നതിനായി ഉപയോഗിച്ച ദ്വീപാണ് ഈ പറയുന്ന റോബൻ ദ്വീപ്. അറസ്റ്റിലാക്കപ്പെടുന്ന ആഫ്രിക്കൻ നേതാക്കളെ നാട് കടത്തുന്നതിനായിട്ട് ഉപയോഗിച്ച ദ്വീപാണ് റോബൻ ദ്വീപ്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഈ ഒരു റോബൻ ദ്വീപിലാണ്. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരുന്ന കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ദ്വീപ് അല്ലെങ്കിൽ ജയിലാണ് ഈ പറഞ്ഞ റോബൻ ദ്വീപ്. മണ്ടേലയെ 18 വർഷം തടവിൽ പാർപ്പിച്ചത് ഇവിടെയാണ്. വോട്ടവകാശം, വർണ്ണ വിവേചനമില്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീട്ടിലിരിപ്പ്, സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമര രീതി അവിടെ സംഘടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ANC-യും ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും ചേർന്ന് നടത്തിയ സമരമാണ് സ്റ്റേ അറ്റ് ഹോം, വീട്ടിലിരിപ്പ് സമരം എന്നത്. തൊഴിലാളികൾ പണിമുടക്കുകയും അഹിംസാത്മകമായിട്ടുള്ള ഒരു പ്രതിരോധമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ANC-യും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത്. വീട്ടിലിരിപ്പ് സമരം. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തെ ഫാക്ടറികൾ, തുണി മില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്നുണ്ട്. പൂർണ്ണമായും ഇത്തരത്തിൽ സഹകരണമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പണിമുടക്ക് വർണ്ണ വിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയുമാണ് വെളിപ്പെടുത്തുന്നത്. വർണ്ണ വിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ്, ജനപങ്കാളിത്തമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു സമരമായിരുന്നു ANC-യും അതുപോലെ ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും നടത്തിയ വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും തൊഴിലാളികളെല്ലാം തന്നെ പണിമുടക്കി അഹിംസാത്മകമായിട്ടായിരുന്നു ഇവിടെ പ്രതിരോധം നടന്നിട്ടുള്ളത്. സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. ഒരു സ്റ്റെപ്പ് കൂടി ഫോർവേഡ് ആയിട്ട് പോവുകയാണ്. നമ്മൾ സമാധാനപരമായി, അഹിംസാത്മകമായി, സായുധപരമല്ലാത്ത രീതിയിലൊക്കെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നാൽ ഇതിൽ ഒരു ഫലവും കാണപ്പെടുന്നില്ല എന്ന് കണ്ട് നെൽസൺ മണ്ടേല നേതാവ് മറ്റൊരു രീതിയിലുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്തു, സായുധ കലാപങ്ങൾക്ക്. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നിവയൊക്കെ ആരോപിച്ചുകൊണ്ട് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തമാണ് തടവ് വിധിക്കുന്നത്. റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലുമായി 26 വർഷം കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായും വന്നു. ജനങ്ങളുടെ വിവേചനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇദ്ദേഹം കഠിനമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 26 വർഷം കഠിനമായ ജയിൽ ശിക്ഷ റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലുമായി അദ്ദേഹം അനുഭവിച്ചത്. ലോക രാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി. ഇതോടെ എന്ത് സംഭവിച്ചു? നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. അപ്പോൾ എന്താണ് ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്തുന്നതിനായിട്ട് ഗവൺമെന്റ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വർണ്ണവിവേചനം നിർത്തലാക്കുന്നതിനുള്ള നടപടികൾ പിന്നീട് ആരംഭിക്കുന്നുണ്ട്. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്നുണ്ട്,
രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കം ചെയ്യുന്നുണ്ട്. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനാകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? നമ്മളിവിടെ ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവിവേചനത്തിന്റെ അന്ത്യത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ വർണ്ണവിവേചനം തടയുന്നതിനായിട്ട് ആദ്യം നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും ചേർന്ന് വീട്ടിലിരിപ്പ് സമരം ആരംഭിക്കുന്നു. വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത് സായുധപരമല്ല, സമാധാനപരമാണ്. അത് മാത്രമല്ല അഹിംസാത്മകവുമാണ്. വളരെ സാവധാനത്തിൽ, വളരെ മയപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർഗമായിരുന്നു അതൊക്കെ. ഇത്തരത്തിലുള്ള പല മാർഗങ്ങളും ചെയ്തതിന് ശേഷവും ഫലം കാണുന്നില്ല. സമരങ്ങൾക്കൊന്നും, സമാധാനപരമായ സമരങ്ങൾക്കൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ നേതാവ് സായുധപരമായ കലാപങ്ങൾക്ക് മുന്നോട്ട് വരികയും അതേ തുടർന്ന് അദ്ദേഹം 1964 26 വർഷം നീളുന്ന കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും വന്നു. അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന പോലെയുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ ശില്പിയായ നെൽസൺ മണ്ടേലയെ 26 വർഷം നീണ്ടുനിന്ന തടവിന് വിധിക്കപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ജയിലിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായിട്ട് തുടരുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന UN എന്ത് ചെയ്തു? വർണ്ണവിവേചനത്തിനെ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം എന്ന് പാസാക്കി. മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം UN ഐക്യരാഷ്ട്ര സംഘടന പാസാക്കുകയാണ് ചെയ്യുന്നത്. 1984 ആയപ്പോഴേക്കും ദക്ഷിണാഫ്രിക്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധം കത്തിക്കയറുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേ തുടർന്ന് 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനാകുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? 1991 വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെടുന്നുണ്ട്. ഇത്രയധികം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഒത്തുനിൽപ്പിന്റെ, നമ്മളെല്ലാവരും ചേർന്ന് നിന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ടു 1991. 1994 നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1991 വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ടു. 1994 ജനകീയ തിരഞ്ഞെടുപ്പ് നടന്നു. ആദ്യത്തെ ജനകീയ തിരഞ്ഞെടുപ്പ് നടക്കുകയും ANC വിജയിക്കുകയും സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി നെൽസൺ മണ്ടേല തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രസിഡന്റായി സ്ഥാനമേറ്റ നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗത്തിൽ നിന്നാണിത്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റിനും ന്യായമായി അധികാരം അവകാശപ്പെടാനാകില്ല. 1994 സ്വതന്ത്ര ചാർട്ടറിന്റെ പ്രാരംഭ വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു വാക്കുകളിലൂടെ, ഈ ഒരു പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് നെൽസൺ മണ്ടേല ഓർമ്മിപ്പിക്കുന്നത്. ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഈ ഒരു വർത്തമാന കാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ മാതൃകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് റിവൈസ് ചെയ്ത് പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മാക്സിമം ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് റിവൈസ് ചെയ്ത് ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അവ റിവൈസ് ചെയ്ത് കുറച്ചും കൂടി മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നതിനായിട്ടുള്ള സ്കിൽസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.